നമസ്തേ മിത്രങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും 2025 മെയ് മാസം 14-ാം തീയതി വ്യാഴഗ്രഹത്തിന് വന്നു ചേർന്ന മാറ്റം. ഈ മാറ്റം നമ്മളെപ്പോലെയുള്ള നക്ഷത്രജാതർക്ക് ഏതൊക്കെ രീതിയിലാണ് ബാധിക്കപ്പെടുന്നത് എന്നൊന്ന് അറിയുവാനുള്ള ഒരു ശ്രമം. അത് പറയുമ്പോൾ ദോഷമാണ് അല്ലെങ്കിൽ ഗുണമാണ് എന്ന് കേൾക്കുമ്പോൾ ദോഷമാണ് എന്നതുകൊണ്ട് അധികം സങ്കടപ്പെടേണ്ടതുമില്ല, ഗുണമാണ് എന്നതുകൊണ്ട് അധികം സന്തോഷിക്കപ്പെടേണ്ടതുമില്ല. കാരണം ദോഷവും ഗുണവും അല്ലെങ്കിൽ സന്തോഷവും സങ്കടവും രാത്രി പകൽ പോലെയാണ്, മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയും ഈ സന്തോഷവും സങ്കടവും നമ്മിലേക്ക് എത്തുവാനുള്ള കാരണം തന്നെ പൂർവ്വജന്മാർജിതമായി നമ്മൾ ചെയ്തു കൂട്ടിയ പുണ്യപാപങ്ങളുടെ പരിണിത ഫലമാണ്. അത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ പിന്നെ എന്തിനാ മാഷ ഇതെല്ലാം പറയുന്നത് എന്നാണ് ചോദ്യമെങ്കിൽ, ഈശ്വര ഭജനത്തിലൂടെയും സാധന മാർഗത്തിലൂടെയും നവഗ്രഹ പ്രീതിയിലൂടെയും എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളെ കുറയ്ക്കാൻ കഴിയുമെന്ന് ഋഷിപരമ്പരകളും ആചാര്യന്മാരും നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മാർഗമൊന്ന് പരിശ്രമിക്കാം. ഏതായാലും ദോഷമൊന്നുമില്ല, ഏതെങ്കിലും രീതിയിലുള്ള ഗുണമുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഐശ്വര്യദായകമായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത്. ഈ മാറ്റം നമ്മളെ എപ്രകാരമാണ് ബാധിക്കുന്നത് എന്ന് വളരെ വേഗത്തിൽ വളരെ ലളിതമായി നമ്മൾക്കൊന്ന് അറിയുവാൻ ശ്രമിക്കാം. ആദ്യമായി നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് മേടക്കൂറ് നക്ഷത്ര ജാതരെ പറ്റിയാണ്. മേടക്കൂറിൽ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദ നക്ഷത്ര ജാതരാണ്. ഇവർക്ക് വ്യാഴം 3-ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഈ നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമല്ല, സന്തോഷകരമല്ല. വിചാരിക്കുക പല കാര്യങ്ങളും അനിയന്ത്രിതമായി നീളുവാനോ ഒരുപക്ഷെ മുടങ്ങുവാനോ ഉള്ള സാധ്യത കാണപ്പെടുന്നുണ്ട്. അകാരണമായ മാനസിക ബുദ്ധിമുട്ടുകളും മനസംഘർഷങ്ങളും ശത്രു ബാധകളുമൊക്കെ ഒരുപക്ഷെ നേരിടേണ്ടതായിട്ട് വരും. ചിലർക്ക് അല്പം തീവ്രമായും ചിലർക്ക് അല്പം ലളിതമായി സംഭവിക്കാം. അതിൻ്റെ കാരണം പൂർവ്വജന്മാർജിതമായ കർമ്മഫലങ്ങളും ജനന സമയ വ്യതിയാനങ്ങളുമൊക്കെ അതിനുള്ള കാരണമായി മാറിയേക്കാം. ഏതായാലും അത്ര ഗുണകരമല്ല. അതുകൊണ്ട് അല്പം ഒരു ഈശ്വരഭജനവും വ്യാഴപ്രീതി ലഭിക്കുവാനുള്ള നാമജപവും നടത്തുന്നത് വളരെ ഗുണപ്രദമാണ്. അതോടൊപ്പം അധാർമികമായ കർമ്മങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക, സാധുക്കളെ തങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ സഹായിക്കുക, അന്നമോ വസ്ത്രമോ ഏതൊക്കെ രീതിയിൽ അർഹരായവർക്ക് കൊടുക്കുവാൻ കഴിയുമോ അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത് വളരെ ഗുണപ്രദമായിരിക്കും. അടുത്തതായി നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് ഇടവക്കൂറുകാരെ പറ്റിയാണ്. ഇടവക്കൂറിലുള്ളത് കാർത്തിക 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം നക്ഷത്രജാതർ, അതുപോലെ തന്നെ രോഹിണി, മകേരം 1-ാം പാദവും 2-ാം പാദ നക്ഷത്രജാതരാണ്. ഇവർക്ക് 2-ലാണ് വ്യാഴം. ഈ 2-ലെ വ്യാഴം